എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഇ-കൊമേഴ്സിൽ ഫോളോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോർമൽ സ്റ്റെപ്സ് ഇ-കൊമേഴ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒന്നാമത്തെ സ്റ്റെപ്സ് ആണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ബിഫോർ മേക്കിംഗ് ഓൺലൈൻ ഷോപ്പിംഗ്, one has to register with online vendor by filing a registration form. Registration means that you have an account with the online vendor. Your account and shopping cart are protected with password. Otherwise, anyone can log in using your name and shop in your name. നമുക്ക് ആദ്യം ഓൺലൈനായിട്ട് ഒരു ഇ-കൊമേഴ്സ് ബിസിനസ്സിൽ ഏർപ്പെടണമെങ്കിൽ നമ്മൾ ആ വെൻഡറുമായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു വെൻഡറിൻ്റെ പർട്ടിക്കുലർ സൈറ്റിനുള്ളിൽ കയറിയിട്ട്, സൈറ്റിലോ ആപ്പിലോ ഉള്ളിൽ കയറിയിട്ട് അതിനകത്ത് നമുക്കായിട്ടൊരു പേഴ്സണൽ അക്കൗണ്ട്, നമ്മുടെ പാസ്വേഡ്സ്, നമ്മുടെ നെയിമും യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കയറാനൊരു പാസ്വേഡും ലോഗിൻ ID ഒക്കെ ഉണ്ടായിരിക്കും. അതർവൈസ് നമ്മുടെ പേര് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് കയറാൻ പറ്റും. അതുകൊണ്ട് ഒരു പേഴ്സണൽ സെക്യൂരിറ്റി എന്ന നിലയ്ക്കാണ് നമുക്കൊരു രജിസ്ട്രേഷൻ ഫോം അവർ തരുന്നത്. ആ രജിസ്ട്രേഷൻ ഫോം ഒരു വെണ്ടറിൻ്റെ ഒരു റിക്വയർമെന്റ് അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ ഫോം ഫയൽ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കായിട്ടൊരു അക്കൗണ്ട് അവിടെ ഓപ്പൺ ആയി വരുന്നു. അതാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് ഓർഡർ പ്ലേസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഒരുപാട് ഐറ്റംസ് അവരുടെ സൈറ്റിനുള്ളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കാർട്ടിൽ കൊണ്ട് ഇടാൻ പറ്റും. ഷോപ്പിംഗ് കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ റെക്കോർഡാണ്. നമ്മൾ എന്തൊക്കെയാണ് പിക്ക് ചെയ്തത്, ബ്രൗസ് ചെയ്ത് ഓൺലൈൻ സ്റ്റോർ ബ്രൗസ് ചെയ്യുന്നതിനിടയ്ക്ക് ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വന്ന പ്രോഡക്ട്സ്, നമ്മൾ അതിൽ എന്താണ് പിക്ക് ചെയ്തെന്നുള്ളതാണ് കാർട്ടിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വേണ്ട ഐറ്റംസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു പർട്ടിക്കുലർ കാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. തേർഡ് പോയിന്റ് ആണ് പേയ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇ-കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള പേയ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലായിട്ട് പ്രോഡക്ട്സ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഡെലിവറി ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ COD എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ടൈപ്പാണ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ചെക്ക് റിയലൈസ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ചെക്കിൽ കൂടെ നമ്മൾ പേയ്മെന്റ് സൈൻ ചെയ്ത് വെച്ചിട്ട് ഗുഡ്സ് തരുന്ന സമയത്ത് നമ്മൾ ആ ചെക്ക് കൊടുക്കും. ദാറ്റ് ഈസ് ചെക്ക് പേയ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മണിയാണ്. 95% ഓൺലൈൻ കസ്റ്റമേഴ്സും ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്തിട്ടാണ് പ്രോഡക്ട്സ് വാങ്ങിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മീഡിയം ഫോർ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ കാർഡിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും, നമ്മുടെ കാർഡിൽ നിന്ന് എമൗണ്ട് പോകും. എമൗണ്ട് ഫ്രം കാർഡ് ഹോൾഡർ ടു ദ ഓൺലൈൻ സെല്ലർ ഈസ് അസ്യൂംഡ് ബൈ ദ കാർഡ് ഇഷ്യൂയിങ് ബാങ്ക് who later transfer money involved in the transactions to the credit of the seller. സെല്ലറിൻ്റെ അടുത്തേക്ക് നമ്മുടെ കയ്യിലുള്ള കാർഡിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അതിനകത്ത് നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ആയി പോകുന്ന പ്രക്രിയയാണ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മണി പേയ്മെന്റിൽ കൂടെ നടക്കുന്നത്. ഇന്നത്തെ കാലത്ത് 95% ഓൺലൈൻ കസ്റ്റമേഴ്സും ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ബയേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യപ്പെടും. ഓഫൺ ഡേയ്സിലും ഫ്രീഡം ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് എമൗണ്ട് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ് ആൻഡ് ഇറ്റ്സ് കൺവീനിയൻസ്. കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനനുസരിച്ച് പണം അതിനകത്ത് റീഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് വീണ്ടും വീണ്ടും പണം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളതാണ് ഡെബിറ്റ് കാർഡ്. നമ്മുടെ ATM കാർഡ് യൂസ് ചെയ്യത്തില്ലേ, അത് ഡെബിറ്റ് കാർഡാണ്. ഡെബിറ്റ് കാർഡ് allows the holder to make purchases through to an extent of amount lying in the corresponding account to the payment is deducted electronically from the account of the card holder. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത എമൗണ്ട്, നമ്മുടെ അതിനകത്ത് പണം ഇല്ലെങ്കിലും ആ കാർഡിനൊരു ലിമിറ്റ് കാണും, അതുവരെ നമുക്ക് പണം ഉപയോഗിക്കാം. ആ പണം വെച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, നമ്മൾ പിന്നെ അത് റീഫിൽ ചെയ്യുന്നു. ഡെബിറ്റ് കാർഡിനെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. അതിനകത്ത് കുറച്ച് എമൗണ്ട് കാണും, നമ്മൾ ഇട്ടിരിക്കുന്ന കുറച്ച് എമൗണ്ട് കാണും. ആ ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ഡെബിറ്റ് കാർഡിൽ നിന്ന് പണം കുറഞ്ഞു വരും. നമ്മൾ ATM കാർഡ് യൂസ് ചെയ്തില്ലേ, അതാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും അറിഞ്ഞിരിക്കുക. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പണം ഉണ്ടാകത്തില്ല, നമുക്കൊരു ലിമിറ്റ് കാണും, അതുവരെ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ബാങ്ക് അലൗഡ് ആണ് നമുക്ക്. അപ്പോൾ 10,000 രൂപ വരെ നമുക്ക് ലിമിറ്റ് ഉണ്ട്. എങ്കിൽ നമ്മുടെ കയ്യിൽ 10,000 രൂപ ഇല്ലെങ്കിൽ പോലും ആ കാർഡ് യൂസ് ചെയ്ത് 10,000 രൂപ വരെ സാധനങ്ങൾ വാങ്ങിക്കാനും പിന്നീട് നമുക്ക് 10,000 രൂപ അതിനകത്ത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇടാനായിട്ടും സാധിക്കും.
ഡെബിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ആ കാർഡിനുള്ളിൽ നമ്മൾ ഇട്ട ഒരു എമൗണ്ട് ഉണ്ടായിരിക്കണം. ഇപ്പോൾ 20,000 രൂപയാണ്, ആ 20,000 രൂപയ്ക്ക് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. ദാറ്റ് ഇസ് ഇറ്റ്. നെക്സ്റ്റ് പോയിന്റ് ആണ് നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. മോഡേൺ ബാങ്ക്സ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇത്തരത്തിൽ ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത്. ഇവിടെ കസ്റ്റമേഴ്സ് ഓൺലൈൻ വെൻഡർക്ക് പലതരത്തിലുള്ള ഡെലിവറി ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നെറ്റിലൂടെ നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി തരുന്നുണ്ട്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഒരു ക്യാഷ് ആണ് ഡിജിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത്. ഇത് ഇലക്ട്രോണിക് കറൻസി ദാറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ സൈബർ സ്പേസ്. സൈബർ സ്പേസിൽ മാത്രം കാണപ്പെടുന്ന ഇലക്ട്രോണിക് ആയിട്ടുള്ള കറൻസിനെയാണ് ഡിജിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കറൻസിക്ക് ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ they can offer the ability to use as a real currency in an electronic format to purchase goods and services in online. ഇതൊരു റിയൽ കറൻസി അല്ല, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. പക്ഷേ ഒരു റിയൽ കറൻസി പോലെ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ നമുക്ക് ഗുഡ്സ് വാങ്ങാനും വിൽക്കാനും അതിന്റെ സർവീസസ് എടുക്കാനും ഓൺലൈൻ ത്രൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ക്യാഷ്. To get digital currency, you want to pay an amount equivalent to the digital cash to the bank who give digital currency. ഡിജിറ്റൽ കറൻസി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ ബാങ്കിൽ കൊടുക്കുമ്പോൾ അവരവിടെ നിന്ന് ഈക്വലന്റ് ആയിട്ടുള്ള ഡിജിറ്റൽ കറൻസി നമുക്ക് തരും, അലൗഡ് ആക്കി തരും. Then the bank dealing in e-cash will send you a special software that you can download on your computer. നമുക്ക് അതിന് പർട്ടിക്കുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് അയച്ചു തരികയും നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ എടുക്കാൻ പറ്റുകയും ചെയ്യും. That software allows you to draw digital cash from your account with the bank. നമുക്ക് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഡിജിറ്റൽ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഡിജിറ്റൽ ക്യാഷ് എന്ന് പറയുന്നിട്ടുള്ള ടേമിൽ പറയുന്നത്. You may use the digital funds to make purchase over web. This helps to overcome the security problems related to the use of credit card numbers on the internet. ഇത് നമുക്ക് ഇതിന്റെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാനും ക്രെഡിറ്റ് കാർഡിന്റെ നമ്പർ കൊടുക്കുക, ഇന്റർനെറ്റിൽ കുറെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ക്യാഷ് യൂസ് ചെയ്തിട്ട്. പിന്നെ ഉള്ളതാണ് ബിസിനസിന്റെ റിസ്കുകളെ കുറിച്ച് നോക്കാൻ. അതിൽ ഒന്നാമത്തെ റിസ്ക് ആണ് ട്രാൻസാക്ഷൻ റിസ്ക്. ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിന് ഒരുപാട് ട്രാൻസാക്ഷൻ റിസ്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. ദെയർ മേ ബി ഡിഫോൾട്ട് ആൻഡ് ഓർഡർ ടേക്കിംഗ് ഓർ ഗിവിംഗ്. നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്തോ ഓർഡർ കൊടുക്കുന്ന സമയത്തോ ഒക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. Such situation arises when buyer denies that he has placed the order or seller denies the buyer has ever placed the order. ഇവിടെ സെല്ലറും ബയറും തമ്മിലൊരു കോംപ്ലിക്കേറ്റഡ് കോണ്ടാക്ട് ആണ് നടക്കുന്നത്. അതായത് ഇപ്പം ബയർ പറഞ്ഞു ഞാൻ ആ സാധനം വാങ്ങിച്ചിട്ടില്ല, സെല്ലർ പറയുന്നു അത് ഓർഡർ പ്ലേസ് ആയി പക്ഷെ പ്ലേസ് ആയിട്ടില്ല. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നത് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ റിസ്ക് ത്രൂ ആണ്. But there may be a default on delivery of goods. Goods ഡെലിവറി ചെയ്യുന്ന സമയത്ത് തെറ്റുകൾ സംഭവിക്കാം. ഇത്തരത്തിൽ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് റോങ് അഡ്രസ്സിൽ കൊണ്ട് ഡെലിവറി ചെയ്യാം, റോങ് സാധനങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കാം. പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ട്സ് വരാം. അതായത് ബയർ പ്രോപ്പറായിട്ട് പേയ്മെന്റ് ചെയ്തു പക്ഷെ ആ പേയ്മെന്റ് സപ്ലയർക്ക് റിസീവ് ആയിട്ടില്ല. അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ല? നിങ്ങൾക്കോ നിങ്ങളുടെ പാരന്റ്സിനോ ഒക്കെ നിങ്ങൾ ഈസി ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്തു പക്ഷെ അത് അവിടെ എത്തിയില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയും ചെയ്തു. ഇത്തരത്തിൽ അപ്പം ഇത്തരത്തിലുള്ള റിസ്ക് ഒഴിവാക്കാനായിട്ട് രജിസ്ട്രേഷന്റെ സമയത്ത് കൃത്യമായിട്ട് അഡ്രസ്സ് ലൊക്കേറ്റ് ചെയ്യുന്ന പോയിന്റ്സും കൃത്യമായിട്ട് അത് വെരിഫൈ ചെയ്ത് ഓതറൈസ് ചെയ്തായിരിക്കണം കൊടുക്കേണ്ടത്. ഓർഡർ കൺഫർമേഷൻ എടുക്കുന്ന സമയത്ത് എക്സ്ട്രാ കെയർ കൊടുത്ത് പേയ്മെന്റ് റിയലൈസേഷൻ ആയോ, പേയ്മെന്റ് പ്രോപ്പറായിട്ട് ആയോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. സോ ഇതൊക്കെ ട്രാൻസാക്ഷൻ റിസ്കുകളിൽ ട്രാൻസാക്ഷൻ റിസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് ടൈപ്പ് റിസ്ക് ആണ് ഡേറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ ഡേറ്റ ട്രാൻസ്മിഷൻ റിസ്ക് എന്ന് പറയുന്നത്. ദിസ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഈ ബിസിനസ് ഇസ് വൈറസ് ഹാക്കിംഗ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ ഇത്തരത്തിൽ വൈറസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക് ആണ് ഡേറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ റിസ്ക് എന്ന് പറയുന്നത്. വൈറസിന്റെ ഫുൾ ഫോം ഒന്ന് അറിഞ്ഞിരിക്കുക, വൈറ്റൽ ഇൻഫർമേഷൻ അണ്ടർ സേഫ്. അത് ഹാക്കിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുന്ന കംപ്ലീറ്റ് സിസ്റ്റത്തിനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന ബാധിക്കുന്ന കാര്യമാണ് വൈറസ്. ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രിയാണ് വെബ്സൈറ്റിൽ. നമ്മൾ അനുവദിക്കാതെ തന്നെ ആ വെബ്സൈറ്റിനുള്ളിൽ കയറി ആ ഡേറ്റ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. വൈറസ് അറ്റാക്ക് നമുക്ക് പലതരത്തിൽ ആന്റി വൈറസ് പ്രോഗ്രാംസ് യൂസ് ചെയ്ത് നമുക്ക് അറ്റാക്ക് എതിർക്കാനായിട്ട് പറ്റും. റിസ്ക് ഇതുമായിട്ട് ഒരാളുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻസ് വരെ എടുക്കാനുള്ള
ചാൻസസ് ഓഫ് റിസ്ക് ഉള്ള ടൈപ്പ് റിസ്ക് ആണ് ഇത്തരത്തിലുള്ള ഡേറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ റിസ്ക് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് വൈറസ് ഹാക്കിംഗ് എന്നുള്ളതൊക്കെ. ഇപ്പം ഓൺലൈൻ മെർച്ചൻസിൽ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഓൺലൈൻ ട്രേഡേഴ്സ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിന്റെ കീപ്പ് ചെയ്യുമ്പം ഇത്തരത്തിൽ അവർ റെസ്പോൺസിബിൾ ആണ് കസ്റ്റമേഴ്സിന്റെ ഇൻഫർമേഷൻസ് സേഫ് ആയിട്ട് വെക്കുക എന്നുള്ളൊരു കാര്യത്തിന്. അപ്പോൾ when information relating to electronic transaction is transmitted without proper internet security safeguards, hackers can capture the transactions and collect informations such as credit card details, PIN number, etc. അപ്പോൾ നിങ്ങൾ അവർക്ക് എന്തായിരിക്കും അവർ ഹാക്ക് ചെയ്യുന്നത്, എന്താണ് അവർ എടുക്കുന്നത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഇത്തരത്തിൽ കസ്റ്റമേഴ്സിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള അവർ ക്രെഡിറ്റ് കാർഡിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഡെബിറ്റ് കാർഡിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും, അവരുടെ പിൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് സേഫ് ഗാർഡ്സ് ഇല്ലാതെയാണ് കസ്റ്റമേഴ്സിന് പ്രോഡക്ട്സ് അവൈലബിൾ ആക്കി കൊടുക്കുന്നതെങ്കിൽ അവർ ആ സൈറ്റിൽ കയറുന്ന സമയത്ത് ഹാക്കേഴ്സിന് ഈസി ആയിട്ട് അവരുടെ ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ. നെക്സ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞൊരു ടേം ഇനി നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. എന്താണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഔട്ട്സോഴ്സിങ് ചെയ്യാന്ന് പറഞ്ഞാലൊക്കെ എന്താണ്? നമുക്ക് പരിചയപ്പെടാം. ട്രഡീഷണലി ബിസിനസ് എന്റർപ്രൈസസ് എല്ലാം അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇന്റേണലി അവരുടെ ഉള്ളിൽ തന്നെയായിരുന്നു എല്ലാ ആക്ടിവിറ്റീസും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മോഡേൺ രീതിയിലേക്ക് ബിസിനസ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഒത്തിരി കോർ ആക്ടിവിറ്റീസിലോട്ട് ഇൻവോൾവ് ആവുകയും അല്ലാതെ എന്നും ചെയ്യുന്ന റുട്ടീൻ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസുകൾക്ക് പുറത്തെ ഏജൻസിനെ ഏൽപ്പിക്കുകയും ചെയ്യും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചില ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തെ ഏജൻസിനെ ഏൽപ്പിക്കുന്നതിനെയാണ് BPO അല്ലെങ്കിൽ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു പുതിയ ടൈപ്പ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റിയാണ്. ഇതിൽ നമുക്ക് പലതരത്തിലുള്ള ടാസ്ക് ചെയ്യാനും ബിസിനസ് ടാസ്കുകൾ അക്കംപ്ലിഷ് ചെയ്യാനും നമ്മൾ പുറത്തെ ഏജൻസിനെ ഏൽപ്പിക്കാം. സോ ഇതിനെയാണ് നമ്മൾ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പം ചില ഫങ്ഷൻസ് ലൈക്ക് ഇപ്പം എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്സ് ചെയ്യുക, പേറോൾ അക്കൗണ്ടിങ് ചെയ്യുക, പുറത്ത് ക്യാൻറ്റീനൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുക, ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഔട്ട്സൈഡ് ഏജൻസിനെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ഒരു കമ്പനിക്ക് അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും കൂടുതൽ ക്രൂഷ്യൽ ആയിട്ടുള്ള അവരുടെ ബിസിനസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ അവർക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റും. ലൈക്ക് മാനുഫാക്ചറിങ്, പ്രോഡക്റ്റ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, ഇതിനൊക്കെ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പം മാനുഫാക്ചറിങ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ ചെയ്യാനും റിസർച്ച് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഇത്തരത്തിലുള്ള കോർ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനും സാധിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നോൺ കോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് ഇപ്പൊ ക്ലീനിങ്, ഇപ്പൊ ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്, ഇതൊക്കെ നമുക്ക് പുറത്തെ ഏജൻസിനെ നമുക്ക് ഈസി ആയിട്ട് കോൺട്രാക്ച്വൽ ബേസിസിലൊക്കെ ഏൽപ്പിക്കാനായിട്ട് പറ്റും. സോ ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്നതിനാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ TV മാനുഫാക്ചറിംഗ് ഫേം ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അതുപോലെ അക്കൗണ്ടിങ്, അഡ്വർടൈസിംഗ്, ആഫ്റ്റർ സെയിൽ സർവീസ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് ഏജൻസിനെ ഏൽപ്പിക്കാം എന്നുള്ളതാണ് പറയുന്നത് പ്രൊഫഷണൽ വേയിൽ. ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ചില ടേംസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ജസ്റ്റ് നോക്കുക. ഇപ്പൊ റിക്രൂട്ട്മെന്റ്, പുറത്ത് റിക്രൂട്ട്മെന്റ് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പേറോൾ പ്രോസസ്സിംഗ് കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ നോക്കൂ, ടാക്സ് ഒക്കെ പ്രോസസ് ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തെ ഏജൻസിനെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും. അക്കൗണ്ടിങ്, ബുക്ക് കീപ്പിംഗ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പുറത്തെ ഏജൻസിനെ ഏൽപ്പിക്കാൻ പറ്റും. അതുപോലെ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒരു ബിസിനസ്സിന് നേരിടാൻ പറ്റും. അതാണ് ഇത്തരത്തിൽ പുറത്തെ ഏജൻസിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്. നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ദാറ്റ് ഇസ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗിന്റെ എക്സാമ്പിൾസ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്തൊക്കെയാണ് സ്കോപ്പ് അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് എന്ന് നമുക്ക് നോക്കാം. എസ്പെഷ്യലി ഇന്ത്യൻ കമ്പനീസ് ഓഫർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് BPOs എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ BPOs മെയിനായിട്ടും കസ്റ്റമർ സപ്പോർട്ട്, അതേപോലെ ടെക്നിക്കൽ സപ്പോർട്ട്, ടെലിമാർക്കറ്റിംഗ്, ഇൻഷുറൻസ് പ്രോസസ്സിംഗ്, ഡേറ്റ പ്രോസസ്സിംഗ്, ഫോംസ് പ്രോസസ്സിംഗ്, ബുക്ക് കീപ്പിംഗ്, ഇത്തരത്തിലുള്ള ഓൺലൈൻ വെബ് റിസർച്ച്, ഇതൊക്കെയാണ് ചെയ്യാറുള്ളത്. കസ്റ്റമർ സപ്പോർട്ട് സർവീസിന്റെ കാര്യത്തിൽ നമുക്കറിയാം 24/7 കോൾ സെന്റർ സർവീസസ് കൊടുക്കാറുണ്ട്. കസ്റ്റമറിന്റെ ക്വറീസും കൺസേൺസും ഒക്കെ
ഫോണിൽ കൂടെയും ഇമെയിലിൽ കൂടെയും ലൈവ് ചാറ്റിൽ കൂടെയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് കസ്റ്റമർ സപ്പോർട്ട് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് സർവീസസ് ലൈക്ക് ഇപ്പം നമുക്ക് ടി വി ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ വരുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നവയാണ്. ഇൻസ്റ്റാളേഷൻ, പ്രോഡക്റ്റ് സപ്പോർട്ട്, റണ്ണിങ് സപ്പോർട്ട്, അതേപോലെ ട്രബിൾ ഷൂട്ടിംഗ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കസ്റ്റമർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, പെരിഫറൽസ്, ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യാനായിട്ട്, ഇതൊക്കെ വരുന്നത് കസ്റ്റമർ സപ്പോർട്ട് സർവീസ്. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. അവർ കൊടുക്കുന്ന സർവീസസ് ആണ് കസ്റ്റമർ സപ്പോർട്ട് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ കൊടുക്കുന്ന സർവീസസ് ആണ് ടെലി മാർക്കറ്റിംഗ് സർവീസസ്. ടെലി മാർക്കറ്റിംഗ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ നമുക്ക് കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ ഉള്ളിൽ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിനെ കൊണ്ട് പ്രോഡക്ട്സും സർവീസസും ഒക്കെ വാങ്ങിപ്പിക്കുന്ന, അല്ലെങ്കിൽ ക്രോസ് സെല്ലിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന, ഹെൽപ്പ് ഡെസ്കുകൾ കൊടുക്കുന്ന, ഇത്തരത്തിൽ ഇപ്പൊ ലെവൽ 1, 2 മൾട്ടി ചാനൽ സപ്പോർട്ട്സുകൾ, സിസ്റ്റം സപ്പോർട്ട് റെസൊല്യൂഷൻ, സിസ്റ്റം പ്രോബ്ലം റെസൊല്യൂഷൻസ്, പിന്നെ ഓഫേഴ്സ് കൊടുക്കുക, ടൂൾസിന്റെ സപ്പോർട്ട് കൊടുക്കുക, ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ യൂസിനെ കുറിച്ചുള്ള ക്വറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ വളരെ അകത്തോട്ട് റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡയഗ്നൈസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന സർവീസസ് ആണ് ടെലി മാർക്കറ്റിംഗ് സർവീസസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഇൻഷുറൻസ് പ്രോസസ്സിംഗ്. അപ്പോൾ പുതിയൊരു ബിസിനസ് എടുക്കുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഷുറൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊമോഷൻസ്, ക്ലെയിംസ്, പോളിസി മെയിൻ്റനൻസ്, പോളിസി മാനേജ്മെന്റ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ BPO വഴി ചെയ്യാറുണ്ട്. ഇൻഷുറൻസ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഇതുവഴി ചെയ്യാറുണ്ട്. പിന്നെ ഡേറ്റ എൻട്രി, ഡേറ്റ പ്രോസസ്സിംഗ് ഒക്കെ. ഡേറ്റ എൻട്രി എന്ന് പറഞ്ഞാൽ പേപ്പറിൽ നിന്ന് ഡേറ്റാസ് എൻ്റർ ചെയ്യുക, ബുക്സിൽ നിന്ന്, ഇമേജസിൽ നിന്ന്, ബുക്സിൽ നിന്ന്, വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ, ബിസിനസ് കാർഡ്സ്, പ്രിന്റഡ് ഡോക്യുമെന്റ്സിൽ നിന്നൊക്കെ പ്രോപ്പറായിട്ട് കാറ്റലോഗ്സിൽ നിന്നൊക്കെ ഡേറ്റ എൻ്റർ ചെയ്യുക, ആ ഡേറ്റ പ്രോസസ്സ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ആക്ടിവിറ്റീസ്. പിന്നെ ഡേറ്റ കൺവേർഷൻ ചെയ്യുന്ന സർവീസസ് ലൈക്ക് ഡേറ്റാബേസിൽ നിന്നും, വേർഡ് പ്രോസസ്സറിൽ നിന്നും, സ്പ്രെഡ്ഷീറ്റിൽ നിന്നും, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിൽ നിന്നൊക്കെ ഡേറ്റ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ലൈക്ക് റോ ഡേറ്റ ലൈക്ക് PDF, HTML, വേർഡ്, അക്രോബാറ്റ് ഫോർമാറ്റ്സ് എന്നൊക്കെ കൺവേർട്ട് ചെയ്യുന്ന സർവീസസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് സർവീസസ് ചെയ്യാറുണ്ട്. ഇപ്പം പ്രോപ്പറായിട്ട് കസ്റ്റമേഴ്സിന്റെ ജനറൽ ലെജർ കീപ്പ് ചെയ്യുക, അക്കൗണ്ട് റിസീവബിൾസ്, പേയബിൾസ് ഒക്കെ കീപ്പ് ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്സും എക്യുപ്മെന്റ് ലെജേഴ്സും ഒക്കെ കീപ്പ് ചെയ്യുക. ഇത് ഇത്തരത്തിലുള്ള ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് സർവീസസും ഇത്തരത്തിലുള്ള BPOയുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന സർവീസസിൽ വരുന്നവയാണ്. പിന്നെ കൊടുക്കുന്നതാണ് ഫോം പ്രോസസ്സിംഗ് സർവീസസ്. അപ്പോൾ ഓൺലൈനായിട്ട് ഫോംസ് പ്രോസസ്സ് ചെയ്യുക, പേറോൾസ് പ്രോസസ്സ് ചെയ്യുക, മെഡിക്കൽ ബില്ലുകൾ പ്രോസസ്സ് ചെയ്യുക, ഇൻഷുറൻസ് ക്ലെയിംസ് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓൺലൈനായിട്ട് റീസേർച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇന്റർനെറ്റ് പ്രോഡക്റ്റ് മാർക്കറ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് കൊടുക്കുക, സർവേ നടത്തി കൊടുക്കുക, അനാലിസിസ് ചെയ്യുക, വെബ് റിസർച്ച് ചെയ്യുക, ഇത്തരത്തിലുള്ള മെയിലിംഗ് ലിസ്റ്റ് ചെയ്യുക, ഇതൊക്കെ ഫോം പ്രോസസ്സിംഗ് സർവീസസിന്റെ ഭാഗമാണ്. പിന്നെ എന്താണ് ഇത്തരത്തിലുള്ള ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗിന്റെ അഡ്വാൻറ്റേജസ് നോക്കുമ്പോൾ നമുക്ക് അത് കൊടുക്കുന്ന പലതരത്തിലുള്ള സർവീസസുകൾ നമ്മൾ പരിചയപ്പെട്ടു. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഔട്ട്സോഴ്സിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ്. ബിക്കോസ് ആർക്കും ടൈം ഇല്ല, എല്ലാവർക്കും ഒരുപാട് ആവശ്യങ്ങളാണ്, പെർഫെക്ഷനും ആവശ്യമായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് വളരെയധികം അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് കോൺസെൻട്രേറ്റ് ഓൺ കോർ കോമ്പറ്റൻസി. ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ബിസിനസിന്റെ മേജർ ആയിട്ട് ആളുകൾക്ക് അതിന്റെ കോർ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ഏരിയസിൽ കോൺസെൻട്രേഷൻ കൊടുക്കാനും അതുവഴി ബെറ്റർ പെർഫോമൻസ് എനേബിൾ ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ ഉള്ളതാണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ളത്. ഔട്ട്സോഴ്സ് ചെയ്യുന്ന വഴി സ്പെഷ്യലിസ്റ്റുകൾക്ക് ആ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവരവരുടെ സെയിം ജോബ് ഏറ്റവും ലോവർ കോസ്റ്റിൽ ഇങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുവഴി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് കൺവീനിയൻസ് ആൻഡ് ലെസ് ഇൻവെസ്റ്റ്മെന്റ്. ഇത്തരത്തിൽ നമ്മൾ ഒരു സർവീസസ് ഒരു ടീമിന് കൊടുക്കുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും കുറവാണ്, നമ്മൾ അത് റെഡ്യൂസ് ചെയ്യപ്പെടുകയും പ്രോപ്പറായിട്ട് കൺവീനിയന്റ് ആയിട്ട് ആ ഒരു ആക്ടിവിറ്റി ചെയ്ത് തീരുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. പിന്നെ ഉള്ളതാണ് സ്പെഷ്യലൈസേഷൻ. ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യലൈസേഷൻ നമുക്ക് പല രീതിയിൽ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഗുണം നമുക്ക് കിട്ടും. കോസ്റ്റ് കുറച്ച് ക്വാളിറ്റി കൂട്ടി നമുക്ക് ഓരോ ബിസിനസ് ഓപ്പറേഷൻസും ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളതാണ് ലേബർ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യും എന്നുള്ളത്. ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന മറ്റൊരു ടീമാണല്ലോ, മറ്റൊരു ലേബർ ഫോഴ്സ് ആണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു ലേബർ ഫോഴ്സിന്റെ പ്രോബ്ലംസ് കുറയ്ക്കാനായിട്ട് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവോയ്ഡൻസ് ഓഫ് ലേബർ പ്രോബ്ലംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒന്നാണ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്.
എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എപ്പോഴും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പം നമുക്ക് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് കൂടുതൽ ജോലി കിട്ടുന്നു, അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു, അവരതിൽ കൂടുതൽ ഡെവലപ്പ് ആവുന്നു, അവരതൊരു ബിസിനസ് ഫേം ആയിട്ട് വളരുന്നു. അപ്പോൾ ഇത്തരത്തിൽ എക്കണോമിക്കലി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉള്ള ഒരു സംഭവമാണ് ഈ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓൺടർപ്രണർഷിപ്പിന്റെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് ജനറേഷൻ കൂട്ടാനും ഹോസ്റ്റ് കൺട്രീസിന് അതിനൊരു ഗുണം കിട്ടാനും, ഇന്ത്യയിൽ IT കമ്പനീസ് ഒക്കെ ഒത്തിരി ഇതിന്റെ അഡ്വാൻറ്റേജസ് എടുക്കുന്ന ആളുകളാണ്. പിന്നെ ഉള്ളതാണ് ബെനിഫിറ്റ്സ് ഫ്രം എക്സ്പെർട്ടൈസ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് അതേഴ്സ്. എപ്പോഴും സർവീസസ് എക്സ്പേർട്സുകൾ പ്രൊവൈഡ് ചെയ്യുമ്പം അത് അവിടുത്തെ സ്പെഷ്യലിസ്റ്റുകളായിരിക്കും. എക്സ്പേർട്സുകൾ അവർ ഹൈ സ്പീഡിൽ വേസ്റ്റേജ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. മോർ ഓവർ ഒരു ഏജൻസി ഔട്ട്സോഴ്സ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ ബെറ്റർ ആണ് എപ്പോഴും എക്സ്പെർട്ടൈസിന്റെ അടുത്തുനിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരുടെ അടുത്തുനിന്ന് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ഇനി എന്തൊക്കെയാണ് ഔട്ട്സോഴ്സിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഔട്ട്സോഴ്സിങ് ചെയ്യുന്നത് കൊണ്ട് പലതരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമതാണ് കോൺഫിഡൻഷ്യാലിറ്റി കുറയുന്നു എന്നുള്ളത്. നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുമ്പം മറ്റുള്ള വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് കൊടുക്കും. അവരോട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറയും. അങ്ങനെ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും അവർക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടത്തില്ലേ? സോ അതുവഴി എന്ത് പറ്റും, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സും നമ്മുടെ ഡീറ്റെയിൽസ് അറിയിക്കുകയും ആ പാർട്ടികൾ നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് ഔട്ട്സോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. സോ അതുവഴി നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി ഭയങ്കരമായിട്ട് കുറയുകയും അത് നമ്മളെ ബാഡായിട്ട് ബാധിക്കുകയും ചെയ്യും. സോ ലാക്ക് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ ഔട്ട്സോഴ്സിങ്ങിന്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് നെഗറ്റീവ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സെക്കൻഡ് ലിമിറ്റേഷൻ ആണ് റിസെന്റ്മെന്റ് ഇൻ ഹോം കൺട്രി എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് കൂടുതലും ഈ ഫോറിൻ കൺട്രിയിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനും ഹോം കൺട്രിയിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയ്ക്കാനും ഉള്ള റീസൺ വരും. അപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ളവരാണ് കൂടുതലും ഇത്തരത്തിൽ ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത്. ഔട്ട്സോഴ്സിങ് അവർ റിസീവ് ചെയ്യാൻ അവർ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ ലോ കോസ്റ്റിൽ ചെയ്തു തരാം എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഹോം കൺട്രിയിൽ നമ്മുടെ ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നത് കുറയും. സോ അതൊരു ബാഡ് എഫക്റ്റ് ആണ്. അതാണ് റിസെന്റ്മെന്റ് ഇൻ ഹോം കൺട്രി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളതാണ് കൾച്ചറൽ ലാംഗ്വേജ് ഡിഫറൻസസ്. ഒരു കമ്പനി എന്ന് പറയുമ്പം ആ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു കമ്പനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പം എക്സ്പെക്ടേഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള കൾച്ചറൽ ലാംഗ്വേജ് ഡിഫറൻസ് കൊണ്ട് ആ ക്ലയന്റ് കമ്പനിക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണം, എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള ഒരു റിസൾട്ട് കിട്ടണമെന്ന് ഇല്ല. പിന്നെ നെക്സ്റ്റ് വൺ ആണ് എത്തിക്കൽ കൺസേൺസ്. ഓരോ കോസ്റ്റും കുറയ്ക്കാനായിട്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്ന സമയത്ത് ഡെവലപ്പിംഗ് കൺട്രിക്ക് സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എത്തിക്കൽ റീസൺസ് ആണ്. എത്തിക്കൽ റീസൺസിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ ഓർഡർ ടു കട്ട് കോസ്റ്റ് കമ്പനി ഔട്ട്സോഴ്സ് ഇറ്റ്സ് വർക്കർ ഡെവലപ്പിംഗ് കൺട്രി വേർ ദേ യൂസ് ചൈൽഡ് ലേബർ ഇൻ ദ ഫാക്ടറീസ്. അതായത് അവർ ചൈൽഡ് ലേബേഴ്സ്, ഇപ്പം നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തൊരു ടീമിൻ്റെ അടുത്ത് നമ്മളത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. സോ ആ സമയത്ത് അവർ വേണമെങ്കിൽ ചൈൽഡ് ലേബേഴ്സ് ഉപയോഗിക്കാം. പലതരത്തിലുള്ള സ്ട്രിക്റ്റ് ലോ ഒന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. സോ ആ ലോയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അത് എത്തിക്കലായിട്ടുള്ള രീതിയിൽ വർക്കൗട്ട് ആവണമെന്നില്ല. സോ അത്തരത്തിലുള്ള എത്തിക്കൽ കൺസേൺസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ഉണ്ട്. നമ്മൾ ഔട്ട്സോഴ്സിങ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ലല്ലോ അവർ എത്രത്തോളം എത്തിക്കലായിട്ടാണ് ആ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് ആണ് BPO ഇൻഡസ്ട്രി ഇന്ത്യയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇൻ ഇന്ത്യ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെഗ്മെന്റ് ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി എനേബിൾഡ് സർവീസസ് ഇൻഡസ്ട്രിയിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ലൈക്ക് എക്കണോമീസ് ഓഫ് സ്കെയിൽ, ബിസിനസ് റിസ്ക് മിറ്റിഗേഷൻ, കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്, യൂട്ടിലൈസേഷൻ ഓഫ് ഇംപ്രൂവ്മെന്റ് ആൻഡ് സുപ്പീരിയർ കോമ്പറ്റൻസി. ഇതെല്ലാം ഇന്ത്യയിലെ BPO ഇൻഡസ്ട്രീനെ വളരെയധികം ലീഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഏരിയാസ് ആണ്. ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ശരിക്കും 90s പകുതി കാലത്തിലാണ് ഇത് തുടങ്ങുന്നത്. അതിനുശേഷം ഒത്തിരി ലീപ്സ് ആൻഡ് ബൗൺസിൽ കൂടെയാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നിട്ടുള്ള ബിസിനസ് കടന്നു വന്നിട്ടുള്ളത്. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വളരെയധികം ഫോർവേഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ബിസിനസ് പ്രോസസ് കമ്പനീസിനുള്ളത്. ലൈക്ക് കോമ്പറ്റീറ്റേഴ്സ്, ഒത്തിരി കോമ്പറ്റീറ്റേഴ്സ് ഇന്ത്യക്കുണ്ട്. ഓസ്ട്രേലിയ, ചൈന, ഫിലിപ്പീൻസ്, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കോമ്പറ്റീറ്റേഴ്സ് ഇന്ന് ഇന്ത്യക്ക് ഫേസ് ചെയ്യാനുണ്ട് ഈ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ഇൻഡസ്ട്രിയിൽ.
Business process outsourcing boom in India and credited to cheap labor cost and India huge talent pool of skilled English speaking professionals. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒത്തിരി ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, അവർ സ്കിൽഡ് ആണ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രൊഫഷണൽസ് ആണ്, അതുകൊണ്ട് തന്നെ ലോ കോസ്റ്റിൽ ലേബർ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. റിസർച്ച് ബൈ നാസ്കോം, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനീസ്, റിവീൽ ചെയ്തിരിക്കുന്നത് ഒരു ക്വാളിറ്റി ഓറിയന്റേഷൻ ഇത്തരത്തിലുള്ള BPO കമ്പനീസിന് ആവശ്യമായിട്ടുള്ളതും 24/7 സർവീസസ് ഇന്ത്യ ഒരു വൺ ഓഫ് ദി യുണീക് ജോഗ്രഫിക് ലൊക്കേഷൻ ആയിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതുമാണ്. ഇപ്പോൾ ഇവർ ഫ്രണ്ട്ലി ടാക്സ് സ്ട്രക്ചറാണ് ഇന്ത്യയിലുള്ളത്. BPO ഇൻഡസ്ട്രിക്ക് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആയിട്ട് BPO മാറിയിട്ടുണ്ട്.